ഗൗരവ് റെയിൽവേ സ്റ്റേഷനടുത്ത് ഗോപി ആലു പറാത്ത തയ്യാറാക്കിക്കൊണ്ട് വിറ്റുകൊണ്ടിരുന്നു. വരൂ വരൂ, ചൂടുള്ള ഗോപി ആലു പൊറോട്ട കഴിക്കൂ. ഗൗരവിന്റെ വീട്ടിൽ അവന്റെ അമ്മ, ഭാര്യ, പിന്നെ അവന്റെ മകളും ഉണ്ടായിരുന്നു. ഗൗരവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കും. എന്നാലും അദ്ദേഹത്തിന് കഷ്ടപ്പാടിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചില്ല. നോക്കൂ, ഗോപി ആലു പറാത്ത ചെയ്യാൻ ഒരുപാട് ചിലവാകുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ സാധാ പറാത്ത വിറ്റ് നോക്കൂ. അതുകൊണ്ട് നമുക്ക് ചിലവും കുറയും, നമ്മുടെ ലാഭവും കൂടും. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. സാധാരണ പൊറോട്ട ആർക്കും ഇഷ്ടമല്ലെന്നേ. അച്ഛൻ ഗോപി ആലു പൊറോട്ടയാണ് ചെയ്തു വിറ്റിരുന്നത്. അതുകൊണ്ട് ഞാനും ഇത് തന്നെ ചെയ്യും. ഗൗരവിന് പലതരം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് പലതരം ഡിമാൻഡ്സും ഉണ്ടായിരുന്നു. ചേട്ടാ, പൊറോട്ട മാത്രമല്ല ഗോപി ആലുവും കുറച്ച് തരൂ. പിന്നെ എനിക്ക് പൊറോട്ടയുടെ കൂടെ പച്ചക്കറി വേണം. എനിക്ക് പൊറോട്ടയുടെ കൂടെ അച്ചാർ തരണം. എനിക്ക് പൊറോട്ടയുടെ കൂടെ തൈര് വേണം. ഗൗരവിന് ചില സമയത്ത് തന്റെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്സ് കേട്ട് മടുത്തു പോകും. പൊറോട്ടയുടെ കൂടെ നിങ്ങൾക്ക് പച്ചക്കറി വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം പണം തരണം. എനിക്ക് പ്രത്യേകിച്ചൊന്നും തരാൻ പറ്റില്ല. കണ്ടോ, ഈ ഗൗരവ് പച്ചക്കറിക്ക് പ്രത്യേകം പൈസ ചോദിക്കുന്നു. വരൂ വരൂ, നമുക്ക് ആർക്കും ഈ കടയിൽ നിന്ന് കഴിക്കണ്ട. അയ്യോ, ഒരു നിമിഷം, നിങ്ങൾ എവിടെ പോകുന്നു? ഒന്ന് നിൽക്കൂ. ഒരു ദിവസം ഗൗരവ് വളരെ വിഷമിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. എന്തു പറ്റി? ഇപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നത് കുറഞ്ഞുകൊണ്ടേ വരുന്നു. ജനങ്ങൾക്ക് പണം തരാനും താല്പര്യമില്ല. എന്നാൽ തൈര്, അച്ചാറ്, പച്ചക്കറി ഇതെല്ലാം ചോദിക്കുന്നു. വരൂ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പൊ ഒന്ന് റിഫ്രഷ് ആകും. നമ്മുടെ അടുത്ത് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാനുള്ള പണമൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം. ഗൗരവ് ചുറ്റിക്കാണാൻ അമ്മായിമ്മയുടെ വീട്ടിൽ ചെന്നു. അതൊരു ഗ്രാമമാണ്. വഴിയിൽ ഗൗരവനും ഗൗരവന്റെ ഭാര്യയ്ക്കും വളരെ ദാഹിച്ചു. അവർക്ക് എവിടെ നിന്നോ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേട്ടു. ഈ അരുവിയുടെ ശബ്ദം കിഴക്ക് ദിശയിൽ നിന്നാ വരുന്നത്. ഗൗരവും അവന്റെ ഭാര്യയും കിഴക്ക് ഭാഗത്തിലേക്ക് പോയി. അവർ കുറച്ചകലെ വെള്ളച്ചാട്ടവും കണ്ടു. ഈ അരുവി കാണാൻ നല്ല രസം. ഗൗരവും അവന്റെ ഭാര്യയും വെള്ളം കുടിച്ച് അവരുടെ ദാഹം മാറ്റി. അതോടൊപ്പം കൈകാലം കഴുകി. അവരവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ആരോ വേദനയിൽ പിടയുന്ന പോലെ ശബ്ദം കേട്ടു. ഈ ശബ്ദം വെള്ളച്ചാട്ടത്തിന്റെ പുറകെ നിന്നാണ് കേൾക്കുന്നത്. അരുവിയിലേക്ക് ഒന്ന് ചാടി നോക്കണം. അപ്പോഴേ അവിടെ എന്താണുള്ളതെന്ന് മനസ്സിലാകൂ. പക്ഷെ വെള്ളച്ചാട്ടത്തിന്റെ അകത്തേക്ക് പോകുന്നത് ഒരു ആപത്തായാലോ? ഇത് എന്തെങ്കിലും ട്രാപ്പായി കൂടിയിരിക്കാം. അപ്പോഴാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ശബ്ദം കേട്ടത്. ഞാൻ ഒന്നിനു വേണ്ടിയും ഇവിടെ വലവീശിയതല്ല. എന്നെ രക്ഷിക്കൂ. ഞാനൊരു സ്വാമിയാണ്. എന്നെ ഇവിടെ നിന്നും മോചിപ്പിക്കൂ. ഞാൻ ആ അരുവിക്കകത്ത് പോയി നോക്കാൻ പോകുക. ഒരുപക്ഷെ ഞാൻ അവിടെ അകപ്പെട്ടാൽ എന്നെ പോലെ ആരെങ്കിലും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ലേ? ഗൗരവ് വെള്ളച്ചാട്ടത്തിൽ ചെന്നു. അവിടെ നോക്കുമ്പോൾ ഒരു മുനിയെ മുള്ളുകൊണ്ടുള്ള തൂണിൽ കെട്ടിയിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പുറത്തു നിന്ന് രക്തം വന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെ ഇവിടെ അകപ്പെട്ടു? ഞാൻ നിന്നോട് എല്ലാം പറയാം. ആദ്യം എന്നെ ഒന്ന് മോചിപ്പിക്കൂ. ഗൗരവ കെട്ടയച്ചിട്ടു. മുനി ഇപ്പോൾ മോചിതനായി. നിനക്ക് ഒരുപാട് നന്ദി. ഞാൻ ഒരു സ്വാമിയാണ്. എന്റെ അടുത്ത് ചില ശക്തികളുമുണ്ട്. മനുഷ്യരുടെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് നിറവേറ്റാൻ കഴിയും. ജനങ്ങൾ എന്റെ ശക്തി തെറ്റായി ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ അവരുമായി അംഗീകരിക്കാത്തപ്പോൾ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇതുപോലെ അടച്ചു വെച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളെന്താ അതുപയോഗിച്ച് വെളിയിലേക്ക് വരാത്തത്? ഞാൻ എന്റെ ശക്തികൾ ഒരിക്കലും എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല. ശരി സ്വാമി, ഞാനെന്നാൽ പുറപ്പെടുക. എനിക്കെന്റെ അമ്മായിയമ്മ വീട്ടിലെത്തണം. ഒരുപാട് ലേറ്റായി. നീ എന്തിനാണ് വെറും കൈയോടെ പോകുന്നത്? നീ എന്നെ സഹായിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചോദിക്കേ. ഇല്ല സ്വാമി, ഞാൻ എന്റെ ജീവിതത്തിൽ കഠിനമായി അധ്വാനിച്ച് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഗൗരവ് പറഞ്ഞത് കേട്ട് മുനി സന്തോഷിച്ചു. അവർ മനസ്സിനുള്ളിൽ ഗൗരവിനെ ആശീർവദിക്കുകയും ചെയ്തു. ഗൗരവ് അമ്മായിമ്മയുടെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും തന്റെ ഗോപി ആലു പറാത്ത ബിസിനസ് തുടങ്ങി. വരൂ വരൂ, ചൂടുള്ള രുചിയുള്ള ആലു ഗോപി പൊറോട്ട കഴിക്കൂ. വരൂ വരൂ. കസ്റ്റമേഴ്സ് വീണ്ടും അവരുടെ ഡിമാൻഡുകൾ ചോദിക്കാൻ തുടങ്ങി. ഇവിടെ നോക്കൂ, പൊറോട്ടയുടെ കൂടെ പച്ചക്കറി വേണം. എന്നാൽ പച്ചക്കറിയൊന്നുമില്ല. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പറാത്തയിൽ നിന്ന് ഉപ്പേരി പുറത്തേക്ക് വന്നത്. എനിക്ക് പൊറോട്ടയോടൊപ്പം തൈര് വേണം. എന്റെ അടുത്ത് തൈരുമില്ലല്ലോ. പക്ഷെ പെട്ടെന്ന് ആ കസ്റ്റമറിന്റെ പറാത്തയ്ക്ക് പുറത്ത് തൈരും പുറത്തു വന്നു. എനിക്ക് പൊറോട്ടയുടെ കൂടെ അച്ചാറ് വേണം. എന്നാൽ എന്റെ അടുത്ത് അച്ചാറുമില്ല. അപ്പോഴാണ് മൂന്നാമത്തെ കസ്റ്റമറിന്റെ പ്ലേറ്റിൽ നിന്ന് അച്ചാറും വന്നത്.
അവിടെയുള്ളവർ ആശ്ചര്യപ്പെട്ടു നോക്കി. ഇതെന്താണിത്? ഞാൻ 3 പേർക്കും പച്ചക്കറിയും തൈരും അച്ചാറും കൊടുത്തില്ലല്ലോ. എന്നാൽ ഇതെല്ലാം ഇവരുടെ പ്ലേറ്റിൽ എങ്ങനെ വന്നു? അപ്പോഴാണ് ഗൗരവ് ഇതിനു മുന്നേ വെള്ളച്ചാട്ടത്തിനുള്ളിൽ രക്ഷിച്ച് മുനി അവിടേക്ക് വന്നത്. ഇവിടെ നോക്കൂ, 2 പൊറോട്ട തരൂ, തൈരും അച്ചാറും പച്ചക്കറിയും തരൂ. അങ്ങനെ പറഞ്ഞ് മുനി അപ്രത്യക്ഷിതപ്പെട്ടു. ഈ അത്ഭുതങ്ങളെല്ലാം ആ മുനി കാരണമാണ് സംഭവിക്കുന്നതെന്ന് ഗൗരവിന് ഇപ്പോൾ മനസ്സിലായി. ഇപ്പൊ ഗൗതമിന്റെ അടുത്തേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു. എല്ലാവരും പറാത്ത കഴിക്കാനാണ് വന്നത്. അവരുടെ പറാത്തയ്ക്കൊപ്പം ഉപ്പേരി, തൈര്, അച്ചാറ് എന്ത് ചോദിച്ചാലും അതാ പറാത്തയിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരുടെ പ്ലേറ്റിലേക്ക് വരും. ഗൗരവ് സത്യസന്ധമായി പറാത്തയുടെ പൈസ മാത്രം വാങ്ങിക്കൊണ്ടിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഗൗരവ് വലിയ പണക്കാരനുമായി. ഗൗരവ് എല്ലാവരോടും നടന്ന സത്യം പറഞ്ഞു. അതായത് ഒരു മുനി കാരണമാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന്. അദ്ദേഹത്തെയാണ് ഗൗതം വെള്ളച്ചാട്ടത്തിനകത്ത് രക്ഷിച്ചത്. പിന്നെ ആ മുനി വെള്ളച്ചാട്ടത്തിനടുത്തിരുന്ന് തപസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഗൗരവിന്റെ അടുത്ത് ദീപക് എന്നാൾ പറാത്ത തള്ളുവണ്ടി വെച്ചുകൊണ്ടിരുന്നു. അദ്ദേഹവും പറാത്ത തന്നെയാണ് വിറ്റത്. അവൻ എന്ത് ചിന്തിച്ചു എന്നോ, അവനും ആ മുനിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചാൽ ഗൗരവിനെ പോലെ പണക്കാരനാവാമെന്ന് ആഗ്രഹിച്ചു. ദീപക് ഗൗരവിനോട് സംസാരിക്കുന്ന മട്ടിൽ ആ മുനി എവിടെയുണ്ടെന്ന് അവൻ ചോദിച്ചറിഞ്ഞു. ദീപക് തോക്കുമെടുത്തുകൊണ്ട് ആ മുനിയുടെ അടുത്തേക്ക് ചെന്നു. നീ ആരാണ്? ഇവിടെ എന്ത് ചെയ്യുന്നു? വായടക്കേ, എന്റെ പേര് ദീപക്. ഞാൻ ഗൗരവിന്റെ കടയുടെ അടുത്ത് ആ കടയിട്ടിരിക്കുന്നത്. നിങ്ങൾ അവന് വരം കൊടുത്ത് വലിയ തെറ്റ് ചെയ്തു. നീ തെറ്റിദ്ധരിച്ചതാണ്. ഗൗരവ് സത്യത്തിൽ നല്ല വ്യക്തിയാണ്. ഞാൻ അവന് ഒരു വരവും കൊടുത്തിട്ടില്ല. എപ്പോഴും നന്നായിരിക്കുന്ന ഞാൻ അവനെ അനുഗ്രഹിച്ചതേ ഉള്ളൂ. കിഴവാ, എന്നോട് അധികം സംസാരിക്കണ്ട. മര്യാദയ്ക്ക് എനിക്കും അതുപോലെ ഒരു വരം താ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ തന്നെ കൊന്നുകളയും. അങ്ങനെയൊന്നും ആർക്കും അനുഗ്രഹിക്കാൻ പറ്റില്ല മോനെ. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ദീപക് മുനിയുടെ കഴുത്തിലേക്ക് പിടിച്ചു. അവൻ അദ്ദേഹത്തിന്റെ കഴുത്ത് ഞെരിച്ച് ഇങ്ങനെ പറഞ്ഞു. വേഗം അനുഗ്രഹിച്ചോ, അല്ലെങ്കിൽ തന്റെ ജീവൻ ഞാനിങ്ങെടുക്കും. ശരി, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അടുത്ത ദിവസം ദീപക് വളരെ സന്തോഷിച്ച് അവന്റെ ബിസിനസ്സും തുടങ്ങി. ദീപക് കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിൽ പറാത്ത വെച്ച് കൊടുത്തപ്പോൾ ആ പ്ലേറ്റിൽ പറാത്തയ്ക്ക് മുകളിൽ പാമ്പുകൾ ഉണ്ടായിരുന്നു. ദീപക് കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിൽ എത്ര തവണ പറാത്ത വെച്ചാലും എല്ലാ തവണയും പാമ്പുകൾ വന്നു. കസ്റ്റമേഴ്സ് ദീപകിന്റെ കയ്യിൽ നിന്ന് പറാത്ത വാങ്ങുന്നത് നിർത്തി. എല്ലാ കസ്റ്റമേഴ്സും ഗൗരവിന്റെ കയ്യിൽ നിന്ന് പറാത്ത വാങ്ങി. ഗൗരവ് കസ്റ്റമേഴ്സിന്റെ തിരക്ക് വളരെ കൂടിയെന്ന് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് 2 വേലക്കാരെ നിർത്തിക്കൊണ്ട് ഗൗരവ് ഒരു റെസ്റ്റോറന്റ് തുറന്നു. അങ്ങനെ സത്യസന്ധത പ്രയത്നം കൊണ്ട് ബിസിനസ്സിൽ മുന്നേറി ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു. ശിവാനി ഒരു സാധാരണ പെൺകുട്ടിയാണ്. അവൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവളാണ്. ഇപ്പോൾ ശിവാനി വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് അവളുടെ കുടുംബത്തിലുള്ളവൾ അവർക്ക് ചെറുക്കനെ അന്വേഷിക്കുന്നു. ഇനി കുറച്ചു ദിവസത്തിൽ നിന്റെ കല്യാണം കഴിഞ്ഞാൽ നീ ഞങ്ങളെ വിട്ടു പോകുമല്ലേ മോളെ? ഇല്ലമ്മേ, ഒരുപക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞാലും ഞാൻ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകുന്നതേ ഇല്ല അമ്മേ. അതെ, കല്യാണം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായും ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണാൻ പോലും വരില്ലെന്ന് അർത്ഥമല്ല അമ്മേ. മനസ്സിലായോ അമ്മേ? നീ പറഞ്ഞത് വളരെ ശരിയാണ് മോളെ. കല്യാണത്തിന് ശേഷം അച്ഛൻ അമ്മനെ കാണാതിരിക്കുന്നത് വളരെ കഷ്ടമുള്ള കാര്യം തന്നെയാണ്. അവര് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്കല്ലേ പോകുന്നത്. കണ്ണ് എത്ര ദൂരം വരെ നീ പോകുന്നതുകൊണ്ട് ഞങ്ങൾ മനസ്സ് വിട്ട് നീ പോകുന്നില്ലല്ലോ മോളെ. കണ്ടോ അച്ഛൻ പറയുന്നത് എത്ര നേരാണെന്ന്? എന്തു വേണമെങ്കിലും പറയൂ, നമ്മുടെ കാഴ്ചയിൽ നിന്നും മാറിപ്പോകുന്നവർ പതുക്കെ പതുക്കെ മനസ്സുകൊണ്ടും വിലകി പോകുമെന്നേ. ഇല്ലമ്മേ, എന്റെ കാര്യത്തിൽ അങ്ങനെ നടക്കില്ല. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ നടക്കാം. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. ഞാൻ നിങ്ങളെ കാണാതെ ഒരുപാട് മാസം അകലെ ഇരുന്നാലും നിങ്ങൾ എന്നെ എപ്പോ കാണണമെന്ന് ആഗ്രഹിച്ചാലും അപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടാകും. ഇങ്ങനെ സംസാരിക്കുന്നതിൽ നിന്റെയും നിന്റെ അച്ഛനെയും ജയിക്കാനേ പറ്റില്ല. ദൈവസഹായം കൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെ സ്നേഹം നിന്റെ കല്യാണത്തിന് ശേഷവും ഇതുപോലെ തന്നെ ഉണ്ടാകണം. ശരി ശരി, എനിക്കിപ്പോ ഒന്ന് ടിഫിൻ ഉണ്ടാക്കി തരൂ. ഞാൻ പുറപ്പെടുകയാണ്. ശിവാനിക്ക് വേണ്ടി മറ്റൊരു സ്ഥലം എനിക്ക് നോക്കാനുണ്ട്. ഞാൻ ഇന്ന് തന്നെ പോയിട്ട് ആ പയ്യനെ കണ്ടിട്ട് വരാം. ശരി, നിങ്ങൾ ചെന്ന് കൈയൊക്കെ കഴുകിയിട്ട് വരൂ. ഞാൻ നിങ്ങൾക്ക് ടിഫിൻ എടുത്തു വയ്ക്കാം. ശിവാനിയുടെ അച്ഛൻ കൈ കഴുകാനായി ചെന്നു. പിന്നെ ശിവാനിയുടെ അമ്മ അദ്ദേഹത്തിന് ടിഫിൻ എടുത്തു വെക്കാൻ പോയി. പിന്നെ ശിവാനി അവരുടെ വീട്ടിലുള്ള പൂജാമുറിയിലേക്ക് പോയി. എന്റെ കൃഷ്ണ,
എനിക്ക് ആരോടൊപ്പം കല്യാണം നടന്നാലും ശരി, ആ ചെറുക്കൻ നല്ല ചെറുക്കനായിരിക്കണം. പിന്നെ അദ്ദേഹം തന്റെ അച്ഛനമ്മയ്ക്ക് മാത്രമല്ലാതെ എന്റെ അച്ഛനമ്മയ്ക്കും അധികം മര്യാദ നൽകണം. എന്റെ അച്ഛനമ്മയെ സഹായിക്കുന്നത് തടുക്കരുത്. ദൈവമേ, നിങ്ങൾക്കറിയാം, എന്റെ കല്യാണത്തിന് ശേഷം എന്റെ അച്ഛനും അമ്മയും ഇവിടെ തനിച്ചാകും. ഇവിടെ ശിവാനി കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. മറ്റൊരു വശത്ത് അവളുടെ അച്ഛൻ ടിഫൻ കഴിച്ചിട്ട് ചെറുക്കനെ കാണാനായി ചെന്നു. ചെറുക്കന്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് ശിവാനിയുടെ അച്ഛന് കാര്യം മനസ്സിലായത്. അവരുടെ അവസ്ഥ എന്താണോ അത് തന്നെയാണ് ചെറുക്കന്റെ വീട്ടിലെയും അവസ്ഥയെന്ന്. വരൂ, നമസ്കാരം. എന്റെ പേര് അതുലാണ്. നമസ്കാരം മോനെ. നീ എങ്ങനെയുണ്ട്? എനിക്ക് സുഖമാണ്. ഇവിടെ നോക്കും മോനെ, ഞാൻ നിനക്ക് കാര്യം പറയാൻ വേണ്ടി നേരെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്. എന്റെ മകളുടെ കൂടെ ചേർത്ത് നിനക്ക് എന്തെങ്കിലും ഡൗറി വേണമെങ്കിൽ നീ അത് മുമ്പ് തന്നെ പറഞ്ഞേക്ക്. നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാനും നിങ്ങളെ പോലുള്ള ഒരു ചെറിയ കുടുംബത്തിൽ ചേർന്നവനാണ്. വീട്ടില് എന്റെ അമ്മയുണ്ട്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ സിറ്റിയിൽ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങനെ നോക്കുന്നു വെച്ചാൽ അവര് കല്യാണത്തിന് ശേഷം എന്റെ അമ്മേനെ ഭദ്രമായിട്ട് നോക്കണം. ഇവിടെ നോക്കുമ്പോനെ, ഞാൻ എന്റെ മകൾക്ക് ഇതുവരെ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടേ ഇല്ല. പക്ഷേ അവൾക്ക് ഞാൻ കുറെ കലാചാരം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഗിഫ്റ്റ് നമ്മൾ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ കലാചാരം തരണമെങ്കിൽ അതിനുള്ള ഒരു വയസ്സുണ്ടല്ലോ. അതെ, അത് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ രണ്ടുപേരുടെ ആലോചനയും കുറേ കാര്യത്തിൽ ഒത്തുപോകുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും നേരിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരി, അപ്പം തന്നെ ഈ സംബന്ധം നമുക്ക് സമ്മതിക്കാമെന്ന് പറയാം. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാൻ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ മകളെ കാണാൻ വേണ്ടി എനിക്ക് വരാം. എപ്പോൾ വേണമെങ്കിലും എന്തിനാ? ഇപ്പം തന്നെ വന്നേക്ക്. ശരി, ഇപ്പം തന്നെ വരികയാണെങ്കിൽ വന്നേക്ക്. ഞാൻ ഇപ്പം തന്നെ നിങ്ങളുടെ കൂടെ വരാം. ശിവാനിയുടെ അച്ഛൻ അതുലിനെ വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു. മോളെ ശിവാനി, നീ എവിടെയാ ഉള്ളത്? വീട്ടിലേക്ക് ആരാ വന്നിരിക്കുന്നത് നോക്ക്. തന്റെ അച്ഛന്റെ ശബ്ദം കേട്ടിട്ട് ശിവാനി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ശിവാനി കാണാൻ സുന്ദരിയായിരുന്നു. അതുകൊണ്ട് അതുൽ അവളെ കണ്ടതും കണ്ണെടുക്കാതെ നോക്കി നിന്നു. അങ്ങനെ തന്നെ. ചേടാ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പോവുകയാണോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ പോകുന്നുണ്ടോ? അവളുടെ അച്ഛൻ പറഞ്ഞത് കേട്ടത് തന്നെ ശിവാനിക്ക് നാണം വന്നു. ഞാൻ ചെന്ന് കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാച്ചാ. ശിവാനിക്കും അതുലിനും മാറി മാറി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. പിന്നെ അവരുടെ ബന്ധവും ഉറപ്പിക്കപ്പെട്ടു. രണ്ടുപേരുടെയും കല്യാണ മുഹൂർത്തവും നിശ്ചയിക്കപ്പെട്ടു. പിന്നെ അവരുടെ കല്യാണവും നടന്നു കഴിഞ്ഞു. കല്യാണത്തിന് ശേഷം കുറച്ചു ദിവസത്തിനകം അതുൽ തന്റെ ജോലിക്കായി സിറ്റിക്ക് പോയി. പിന്നെ ശിവാനി തന്റെ ഭർത്താവിന്റെ വീട്ടിൽ തന്റെ അമ്മായിയമ്മയെ പരിചരിച്ചു വന്നു. എന്നെ കൊണ്ട് ചില സമയത്ത് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല, എന്റെ മകൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നെന്ന്. നിങ്ങൾ എന്തിനാണമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഈ കാലത്തുള്ള പെൺകുട്ടികളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ പറയുന്നത്. അവരോടൊപ്പം നിന്നെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, നിന്റെ മകന്റെ ആഗ്രഹം കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ശിവാനിയുടെ ജീവിതത്തിൽ എല്ലാം ശരിയായി പോയിക്കൊണ്ടിരുന്നു. കല്യാണത്തിന് ശേഷം പോലും അവൾ എല്ലാ ദിവസവും മണിക്കൂറുകളോളം അച്ഛനമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവൾക്ക് സമയം കിട്ടുമ്പോഴേക്ക് അവര് ചെന്ന് നോക്കിയിട്ടും വരും. അമ്മേ, ദീപാവലി വരാൻ പോകുന്നു. എന്റെ ആദ്യത്തെ ദീപാവലി ഞാൻ എന്റെ അച്ഛനമ്മയോട് ആഘോഷിക്കട്ടെ. ഇതിൽ എന്നോട് ചോദിക്കാൻ എന്താണ് മോളെ ഉള്ളത്? പക്ഷെ നിന്നോട് എനിക്കൊരു ചെറിയ ആഗ്രഹമേ ഉള്ളൂ. പറയൂ അമ്മേ. എനിക്കും ഇവിടെ തനിച്ചിരുന്ന് വളരെ ബോറടിക്കുന്നു. ഇത്തവണത്തെ ദീപാവലി ഞാനും നിന്നോടൊപ്പം നിന്റെ വീട്ടിൽ നിന്റെ അച്ഛനമ്മയോടൊപ്പം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ അമ്മേ ഇതൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കണമെന്നുണ്ടോ? ഞാൻ കൂടെ വരാമെന്ന് സന്തോഷത്തോടെ പറയൂ. വരൂ, നമുക്ക് ഒന്നിച്ചു പോകാം. ശിവാനി തന്റെ അമ്മായിയമ്മയെ വിളിച്ചുകൊണ്ട് തന്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. എല്ലാരും ചേർന്ന് ദീപാവലി വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു. ശിവാനിയുടെ വീട്ടിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഫോണിൽ ഒരു മോശമായ വാർത്ത വന്നത്. അതായത് അവളുടെ ഭർത്താവിന് ആക്സിഡന്റ് ആയെന്ന്. ഈ വാർത്ത കേട്ടതും ശിവാനി നിലവിളിച്ച് കരയാൻ തുടങ്ങി. എന്റെ ദൈവമേ, പെട്ടെന്ന് എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? സന്തോഷങ്ങളുടെ ഇടയിൽ ആ മോശമായ വാർത്ത ശിവാനിയുടെ മനസ്സിനെ ആകെ തളർത്തിക്കളഞ്ഞു. അവൾ അവിടെ നിന്ന് നേരെ തന്റെ അമ്മയച്ഛന്റെ വീട്ടിലേക്ക് പോയി. അവിടെ അതുലിന്റെ ചില ഫ്രണ്ട്സ് അവനെ കൂട്ടിക്കൊണ്ടു വന്നിരുന്നു. ശിവാനി നോക്കിയപ്പോൾ അതുൽ വീൽ ചെയറിൽ ഇരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഇനി എന്നെ കൊണ്ട് എപ്പോഴും കാലോണ്ട് നിൽക്കാൻ പറ്റില്ല ശിവാനി. ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്തു പറയണമെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ഈ അവസ്ഥ എനിക്ക് കാണാനാകുന്നില്ല. ഇപ്പോഴിതാണ് സത്യം. ഇനി മുതൽ എന്നെ കൊണ്ട് നടക്കാൻ പറ്റാതെ ഇങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ. ആക്സിഡന്റിൽ അതുലിന് കാല് മാത്രമല്ല പോയത്, തന്റെ ജോലി നഷ്ടപ്പെട്ടു.
ഇപ്പോൾ വീടിന്റെ ചെലവിനും അതുലിന്റെ മരുന്നിനും കാശ് വീട്ടിൽ തികയാതെ വന്നു. അതുകൊണ്ട് ശിവാനി ജോലിക്ക് പോകാനായി തീരുമാനിച്ചു. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ രണ്ടുപേരെയും വിട്ടിട്ട് സിറ്റിയിലേക്ക് ചെന്ന് ജോലി ചെയ്യാനും എനിക്ക് പറ്റില്ല. പിന്നെ ഈ ഗ്രാമത്തിൽ യാതൊരു ജോലിയും ലഭിക്കില്ല. ഞാൻ വളരെ മോശവനാണ് ശിവാനി. ഞാൻ ഇവിടെ ഉണ്ടായിട്ടും നീ ഇങ്ങനെ ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമല്ലോ. നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സഹായിക്കണം. പക്ഷെ നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട, നമുക്ക് തീർച്ചയായും എന്തെങ്കിലും വഴി ലഭിക്കും. ശിവാനി ഒരു കാര്യം ആലോചിച്ചു നോക്കി. അതായത് അവളുടെ ഗ്രാമത്തിൽ നിന്നും കുറച്ചു ദൂരെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറിയിൽ ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട്. ഇന്നു മുതൽ അവൾ അവർക്ക് വേണ്ടിയുള്ള ഉച്ചഭക്ഷണം റെഡിയാക്കാമെന്ന് ആഗ്രഹിച്ചു. ശിവാനി ആ ഫാക്ടറിക്ക് അടുത്തായിട്ട് ഒരു ചെറിയ ഹോട്ടൽ തുടങ്ങി. കൃഷ്ണ, നീ വേണം എന്നെ സഹായിക്കാൻ. ഇതുവരെ ഞാൻ ആഹാരം പാചകം ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കിച്ചടി ചെയ്യാം. ഇവിടെ ജോലി ചെയ്യുന്നവർ എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന കിച്ചടി ഇഷ്ടപ്പെടണം. ശിവാനി ഒരു പാത്രത്തിൽ കിച്ചടി ചെയ്തു. പിന്നെ ഉച്ച സമയത്ത് ആ ഫാക്ടറിയുടെ അടുത്ത് ചെന്ന് ജനങ്ങൾക്ക് ശബ്ദം നൽകി. ചേട്ടാ, എല്ലാരും വരൂ, ഞാനിവിടെ കിച്ചടി ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാരും വരൂ, കുറഞ്ഞ കാശിൽ നല്ല ചൂടുള്ള കിച്ചടി കിട്ടും. വരൂ വരൂ, കഴിക്കൂ. ശിവാനിയുടെ ശബ്ദം കേട്ടിട്ട് ജോലിക്കാർ ഒരുപാട് പേർ അവളുടെ അടുത്തേക്ക് കിച്ചടി കഴിക്കാൻ വന്നു. കാരണം കിച്ചടി നല്ല ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ആ കിച്ചടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കിച്ചടിയിൽ അങ്ങനെ സ്പെഷ്യലായിട്ട് ഒന്നുമില്ല, പക്ഷേ ഇത് ചൂടായിട്ട് കഴിക്കുന്നത് കൊണ്ട് ഇത് വളരെ നല്ല രുചിയായിട്ടുണ്ടല്ലോ. ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ ശിവാനി ചെയ്ത കിച്ചടി നല്ലോണം വ്യാപാരം നടന്നു. അതുകൊണ്ട് ശിവാനിക്ക് വളരെ സന്തോഷമായി. പിന്നെ അവൾ അന്ന് ഉണ്ടാക്കിയ കാശുകൊണ്ട് തന്റെ ഭർത്താവിനെ മരുന്നുകൾ വാങ്ങിക്കൊണ്ടു പോയി. ഇതാ പിടിക്കൂ, ഈ ഗുളികകൾ കഴിക്കൂ, നിങ്ങൾക്കല്പം ആശ്വാസം കിട്ടും. ഈ മരുന്ന് വാങ്ങാൻ നിന്റെ അടുത്ത് പൈസ എവിടെയാ കിട്ടിയേ? എന്റെ ഹോട്ടലിൽ നിന്ന് നല്ല വ്യാപാരമുണ്ടായിരുന്നു. ഇപ്പോൾ പതുക്കെ പതുക്കെ ശിവാനിയുടെ ഹോട്ടലിലേക്ക് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ശിവാനിക്ക് എന്തു തോന്നിയെന്നാൽ തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ചെലവ് മാത്രമല്ല, തന്റെ സ്വന്തം വീട്ടിലെ ചെലവും നോക്കണമെന്ന് തോന്നി. പക്ഷെ അവളുടെ ഈ സന്തോഷം പോലും ഒരുപാട് സമയം നിലച്ചില്ല. ഇപ്പോൾ അവിടെ വരുന്നവർക്ക് ശിവാനിയുടെ കിച്ചടി ഇഷ്ടപ്പെടാറില്ല. ആദ്യമായിട്ട് ഇത് കഴിക്കുമ്പോൾ ചൂടോടെ കഴിച്ചതുകൊണ്ട് നല്ല രുചി ഉണ്ടായിരുന്നു. പക്ഷേ ദിവസവും ഇതന്നെ കഴിക്കുന്നോണ്ട് ഇതിന്റെ രുചി നന്നായിട്ടില്ല. എന്തുപറ്റി ഏട്ടാ, നിങ്ങൾക്ക് ഈ കിച്ചടി ഇഷ്ടപ്പെട്ടില്ലേ? ഇവിടെ നോക്കുമോളെ, ഈ കിച്ചടിയിൽ എന്തെങ്കിലും ഉണ്ടായാലല്ലേ നല്ല രുചി ഉണ്ടാവുള്ളൂ. ഞങ്ങൾ എന്തിനാണ് നിന്റെ അടുത്ത് വന്ന് കഴിക്കുന്നത് വെച്ചാൽ, ഞങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണമൊക്കെ രാവിലെ തൊട്ട് അങ്ങനെയുള്ളത് കൊണ്ട് ചൂട് താണി പോന്നു. ഇപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു വെച്ചാൽ, നിന്റെ ഈ രുചിയുള്ള കിച്ചടിയും ഞങ്ങൾ വെച്ചിരിക്കുന്ന ഭക്ഷണം പോലെയാണ് ആറിപ്പോയി നിൽക്കുന്നത്. അദ്ദേഹം ശിവാനി ചെയ്ത കിച്ചടി വലിച്ചെറിഞ്ഞു. അദ്ദേഹം വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ടിഫൻ കഴിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടതും ശിവാനിക്ക് ആകെ കഷ്ടമായി. ചേട്ടാ, ഞാൻ കിച്ചടി വേണമെങ്കിൽ ചൂടാക്കി തരട്ടെ? ചൂടായിട്ട് കഴിച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്ത് ചൂട് ചെയ്യാനാ മോളെ? നീ ഇപ്പോഴല്ലേ ഈ കിച്ചടി ഉണ്ടാക്കിയത്? നീ എത്ര പ്രാവശ്യം ചൂടാക്കിയിട്ട് കൊണ്ടുവരിക? അതുമാത്രമല്ലാതെ ഇതില് രുചിയില്ലാതപ്പോൾ ഇത് ചൂടായിട്ടുണ്ടായാൽ എന്താ, രുചിയില്ലെങ്കിൽ എന്താ, ഒരു വ്യത്യാസവും ഇതിലില്ല. ഇനി ഞാൻ എപ്പോഴും നിന്റെ ഹോട്ടലിലേക്ക് വന്നാൽ ഈ കിച്ചടി ഞാൻ എന്തായാലും കഴിക്കാൻ പോകുന്നില്ല. അദ്ദേഹം അവിടെ നിന്നും പോയി. പിന്നെ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ പുറകെ പോയി, കിച്ചടി കഴിക്കാതെ. ശിവാനിക്ക് ഇപ്പോൾ ആകെ വിഷമമായി. അവൾ തന്റെ ഹോട്ടൽ അങ്ങനെ തുറന്നിട്ടിട്ട് നേരെ തന്റെ വീട്ടിലേക്ക് പോയി. ശിവാനി, എന്റെ ഗുളികളൊക്കെ തീർന്നുപോയി. നീ എനിക്ക് വേണ്ടി ഗുളികയൊന്നും വാങ്ങിട്ടൊന്നില്ലേ? ഇങ്ങനെ പറഞ്ഞത് കേട്ടതും ശിവാനിയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. കാരണം അവളുടെ കയ്യിൽ ഒരു കാശുമില്ലായിരുന്നു. പാവം, അവൾ ഗുളിക എങ്ങനെ വാങ്ങിട്ട് വരും? എന്തുപറ്റി ശിവാനി? നീ കുറച്ച് ടെൻഷനായിട്ടുണ്ടോ തോന്നല്ലോ. എല്ലാം ശരിയല്ലേ? ആ, കുഴപ്പമില്ല. അത് കണ്ണിൽ അല്പം മുളക് പൊടി കൊണ്ടതാ. അതുകൊണ്ടാണ് കണ്ണ് കലങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം വരുന്നു. ഞാൻ ചെന്ന് മരുന്ന് വാങ്ങിയിട്ട് വരാം. ശിവാനി വീട്ടിൽ നിന്നും തിരിച്ചു വന്നു. പക്ഷെ കാശില്ലാതെ എങ്ങനെ ഗുളിക വാങ്ങിക്കും? അതെന്തിന്? ഹോസ്പിറ്റലിലേക്ക് പോലും അവളെ കൊണ്ടുപോകാനായില്ല. ഇക്കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. ഈ സങ്കടമായ അവസ്ഥയിൽ അവൾ ആ കൃഷ്ണനെ പ്രാർത്ഥിച്ചു. അയ്യോ കൃഷ്ണ, നീ വേണം എന്നെ സഹായിക്കാൻ. ഇപ്പോൾ ഞാൻ വലിയ കഷ്ടത്തിലാണ്. വീട്ടിൽ എന്റെ ഭർത്താവ് വീൽ ചെയറിൽ ഇരിക്കുകയാണ്. പിന്നെ എന്റെ വീട്ടിൽ അച്ഛനമ്മയുടെ അവസ്ഥ വല്ലാത്ത മോശമാണ്. ഞാൻ എന്തു ചെയ്യും? എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിക്കൂ. ശിവാനി കണ്ണനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു പശു കരയുന്ന ശബ്ദം കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കി. Ma!
ശബ്ദം കേട്ട് ശിവാനി പശുവിനടുത്തേക്ക് ചെന്നു. എന്നുവെച്ചാൽ കൃഷ്ണൻ ഈ പശു എനിക്ക് വേണ്ടി അയച്ചു തന്നതായിരിക്കും. പക്ഷേ ഈ പശുവിന്റെ അവസ്ഥ വല്ലാത്ത മോശമാണ്. ഞാൻ വേണം ഇതിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ. ശിവാനി ആ പശു തന്നോടൊപ്പം ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഹോട്ടലിലേക്ക് ചെന്നതും അന്ന് ചെയ്ത കിച്ചടി മൊത്തം ആ പശുവിന് നൽകി. ആ ജോലിക്കാരൊക്കെ ആ കിച്ചടി കഴിക്കാൻ കൂട്ടാക്കിയില്ല. ഇത് കഴിക്കൂ പശുമാതാവേ, ഇത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വിശപ്പെല്ലാം തന്നെ മാറും. പശു നല്ല വിശപ്പിലായിരുന്നു. അതുകൊണ്ട് അത് പെട്ടെന്ന് എല്ലാ കിച്ചടിയും കഴിച്ചു തീർത്തു. ശിവാനി ആ പശു ഇപ്പോൾ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വൈകുന്നേരം ആ പശു വീണ്ടും കരയാൻ തുടങ്ങിയപ്പോൾ ശിവാനി അതിന് പുല്ലുകൾ കൊണ്ടുവന്നിട്ടു. അപ്പോൾ അവളുടെ ശ്രദ്ധയിൽ പശുവിന്റെ മടി കണ്ടപ്പോൾ പശുവിന്റെ മടിയിൽ നിന്നും പാൽ കറക്കാൻ തീരുമാനിച്ചു. എനിക്ക് തോന്നുന്നു ഇത് കറക്കുന്ന പശുവാണെന്ന്. നമ്മൾ ഇതിൽ പാല് കറന്നു നോക്കാം. ശിവാനി വീട്ടിൽ നിന്നും ഒരു ബക്കറ്റ് എടുത്തുകൊണ്ടുവന്നു. പാൽ കറക്കാൻ തുടങ്ങി. പശുവും നല്ല ഗുണമുള്ള പശുവാണ്. അത് പാൽ കറക്കാൻ തുടങ്ങി. ആ പശുവിന്റെ പാൽ വളരെ വ്യത്യസ്തമായിരുന്നു. ഒരേ സമയത്ത് അതൊരു ബക്കറ്റ് നിറയെ പാല് നൽകി. പശുമാതാവേ, നിങ്ങൾ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഈ പാൽ ഉപയോഗിച്ച് ഞാൻ പനീർ ചെയ്യും. പിന്നെ എന്റെ ഹോട്ടൽ ഞാൻ വീണ്ടും തുടങ്ങുന്നതാണ്. ശിവാനി ആ പശുപാലിൽ പനീർ ചെയ്തു. ഈ പനീർ വൈരം പോലെ മിന്നി. പിന്നെ അവൾ ആ പനീർ എടുത്തുകൊണ്ടുപോയി തന്റെ ഹോട്ടലിൽ പനീർ കിച്ചടി ചെയ്തു. ആ മാന്ത്രിക പനീർ കിച്ചടിയുടെ മണത്തിൽ ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും അവിടെ കഴിക്കാനായി വന്നു. ഇന്ന് വളരെ നല്ല മണമുണ്ടല്ലോ. നീ എന്ത് ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ഇങ്ങോട്ടൊന്ന് വേഗം കൊണ്ടുവാ. ശിവാനി എല്ലാവർക്കും ആ മാന്ത്രിക പനീർ കിച്ചടി നൽകി. അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഇപ്പോൾ ശിവാനിയുടെ ഹോട്ടൽ വീണ്ടും റണ്ണാകാൻ തുടങ്ങി. ഇപ്പോൾ അവൾ നന്നായിട്ട് കാശുണ്ടാക്കാൻ തുടങ്ങി. അവൾ തന്റെ ഭർത്താവിനെ മരുന്നുകളോടൊപ്പം ചേർത്ത് തന്റെ അച്ഛനമ്മയുടെ ആവശ്യങ്ങളും നിറവേറ്റി. അതിനുശേഷം ശിവാനിയുടെ ഹോട്ടൽ പന്നീർ കിച്ചടി ഹോട്ടൽ എന്ന പേരിൽ ഫേമസ് ആയി. താരാ സിംഗ് തന്റെ ഗ്രാമത്തിൽ വണ്ടിക്കടയിൽ ആലു പൊറോട്ട വിൽക്കുകയായിരുന്നു. വരൂ വരൂ, ശുദ്ധമായ നെയ്യിൽ ചെയ്ത് ആലു പൊറോട്ട കഴിക്കാൻ വരൂ. മീർഗഞ്ചിന്റെ ഉരുളക്കിഴങ്ങ്, കിഷൻഗഞ്ചിന്റെ ആട്ട, ടേസ്റ്റ് ചെയ്ത് നോക്കൂ താരയുടെ പൊറോട്ട. താരയുടെ തണ്ടുവണ്ടിക്കടയിൽ എപ്പോഴും തിരക്കൊണ്ടായിരിക്കും. താരയും ശ്വേതയും ആലു പൊറോട്ട വ്യാപാരം ചെയ്താണ് നന്നായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയത്. അവരുടെ മകൾ മീന ആ ഗ്രാമത്തിലെ ഒരു വലിയ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം രാത്രി താരയുടെ കുടുംബം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആരോ അവരുടെ വീട്ടിന്റെ കതക് തട്ടി. രാത്രി 12 മണിയായി. ഈ സമയത്ത് ആരായിരിക്കും? ഞാൻ ഇപ്പൊ പോയി നോക്കിട്ട് വരാം. താര കതക് തുറന്നു. അപ്പോൾ അദ്ദേഹം നോക്കി. അദ്ദേഹത്തിന്റെ കുഞ്ഞമ്മയുടെ മകൻ ആകാശ് നിന്നുകൊണ്ടിരുന്നു. എന്തു പറ്റി ആകാശ്, ഈ രാത്രിയിൽ വന്നിട്ടുണ്ടല്ലോ നീ? താര ചേട്ടാ, എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് തോന്നുന്നു. നിങ്ങളെ കൊണ്ട് ഒരു 1500 റുപ്യ എന്നെ സഹായിക്കാൻ പറ്റുമോ? ആ തീർച്ചയായും. നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ കൊണ്ടുവരാം. ഞാൻ നിങ്ങളുടെ പണം തിരിച്ചു തന്നേക്കാം കേട്ടോ. നീ പണമൊക്കെ പിന്നെ തന്നേക്കാം. നീ ആദ്യം നിന്റെ ഭാര്യയെ ശരിയാക്കാൻ നോക്ക്. താരയുടെ സഹോദരനായ ആകാശ് താരയെ നോക്കി ഒരുപാട് അസൂയപ്പെടും. പക്ഷെ സഹായത്തിനായി എപ്പോഴും അദ്ദേഹത്തെ തേടിയാണ് അവൻ വരുന്നത്. ഡോക്ടറെ ചെന്ന് കണ്ടതും തന്നെ ആകാശ് തന്റെ ദേഷ്യത്തെ തന്റെ ഭാര്യയുടെ മേലിൽ കാണിച്ചു. ഇന്ന് നിന്നെ കൊണ്ട് ആ മോശമായ താരന്റെ അടുത്ത് ഞാൻ പോവേണ്ടി വന്നു. നീ മാത്രം മര്യാദയ്ക്കുണ്ടെങ്കിലേ ഞാൻ എന്തിനാ താരന്റെ അടുത്ത് വീണ്ടും വീണ്ടും പോകേണ്ടത്? നിങ്ങൾ എന്തിനാ താരണ്ണനെ കുറിച്ച് അങ്ങനെയൊക്കെ വിചാരിക്കുന്നേ? അവർക്ക് ഒട്ടും ദേഷ്യമില്ല. ഇന്ന് എനിക്ക് സുഖമില്ലാന്ന് അറിഞ്ഞതും തന്നെ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടുന്നു. ഇതിന് നിങ്ങൾ അദ്ദേഹത്തോട് ചെന്ന് കാശ് ചോദിക്കാതിരിക്കാമായിരുന്നില്ലേ? താരേട്ടൻ നിങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം കാശ് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയ കാശ് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ടും അദ്ദേഹം നിങ്ങളെ ഒന്നും തന്നെ പറയാറില്ല. നിങ്ങളുടെ ഏട്ടനെയും ഏട്ടത്തിയെയും ബഹുമാനിക്കാൻ നിങ്ങൾ പഠിക്കണം. നീ നിന്റെ വായിന് വന്നതൊക്കെ എന്തൊക്കെയോ പറഞ്ഞോ. അവൻ പൈസക്കാരൻ പറഞ്ഞ ഹുങ്ക് കാണിക്കുന്നില്ലേ, അതുകൊണ്ട് അവൻ എന്നെ അവമാനിപ്പിക്കുകയാണ്. അദ്ദേഹം പണക്കാരനാണ്. അദ്ദേഹം അഹങ്കാരം കാണിക്കുന്നതായി നിങ്ങൾ കരുതുന്നുണ്ടല്ലോ, അത് വളരെ തെറ്റാണ്. നിങ്ങൾ പാവപ്പെട്ടവനായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ കണ്ട് നിങ്ങൾ ഒരുപാട് അസൂയപ്പെടുന്നു. എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്യാത്തത്? ഒരുപക്ഷെ ആ ദൈവത്തിന്റെ കാരുണ്യമുണ്ടെങ്കിൽ നിങ്ങളും ഒരു ദിവസം പണക്കാരനാകും. ആകാശ് എവിടെ ചെന്ന് ജോലി ചെയ്താലും എല്ലാരോടും ദേഷ്യപ്പെടുമായിരുന്നു. മനഃപൂർവ്വമായി യാതൊരു ജോലിയും അദ്ദേഹം ചെയ്യില്ല. ഒരു കടയിലും 1 വർഷത്തിനു മുകളിൽ അദ്ദേഹം ജോലി ചെയ്തിട്ടേ ഇല്ല. ഒരു ദിവസം ആകാശ് മുഖം വലിപ്പിച്ച് കയറ്റി വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ മാധുരി അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നും നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു.
ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ താരചേട്ടനെ നോക്കൂ. അദ്ദേഹം തന്റെ ആലു പൊറോട്ട കടയിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ജോലി തരുന്നതായിരിക്കും. താര എപ്പോഴും എന്നെ ജോലിയിൽ വെക്കുകയില്ല. ഒരു വട്ടം അദ്ദേഹത്തെ ചെന്ന് നോക്കൂ എന്നേ. ആകാശ് താരയെ കാണാനായി ചെന്നു. വാ വാ ആകാശ്, നിന്നെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. ഒരു പക്ഷെ നിനക്ക് വിശക്കുകയാണെങ്കിലേ ഞാൻ ആലു പൊറോട്ട തന്നേക്കാം, നീ കഴിച്ചോട്ടോ. വന്ന് കഴിക്കേ. എന്റെ ജോലി പോയി, അതുകൊണ്ട് ഞാൻ ജോലി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളടുത്ത് എന്തെങ്കിലും ജോലി ഉണ്ടാവോ? ഈ തല്ലുവണ്ടി കടയുടെ ജോലി ഞാനും ശ്വേത നോക്കുന്നുണ്ട്. ഒരു പക്ഷെ നീ ആഗ്രഹിച്ച് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യണമെങ്കിൽ ഞാനൊരു ജോലി ചെയ്യാം. ഞാനൊരു റെസ്റ്റോറന്റ് തുറന്നേക്കാം. അതെ, അതും ശരിയാണ്. നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നു. ഒരുപക്ഷെ റെസ്റ്റോറന്റ് ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സും നല്ല രീതിക്ക് ഇരുന്ന് ആലു പൊറോട്ട കഴിക്കാമല്ലോ. അന്ന് ആകാശ് വളരെ ദേഷ്യത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. എന്തുപറ്റി? നിങ്ങൾ എന്താ ഇത്ര ദേഷ്യത്തിലിരിക്കുന്നേ? ജോലിയൊന്നും കിട്ടിയില്ലേ നിങ്ങൾക്ക്? ജോലി കിട്ടി, പക്ഷേ അവൻ എന്നെ കൊണ്ട് വീണ്ടും അവൻ പണക്കാരനാവുന്നുണ്ട്. ഞാൻ അവിടെ പോയതിനു ശേഷം അവർ രണ്ടുപേരും ചേർന്ന് റെസ്റ്റോറന്റ് തുറക്കാമെന്ന് ആലോചിക്കുന്നു. ഇതിലെന്താണ് തെറ്റുള്ളത്? നിങ്ങൾക്കും കാശ് കിട്ടുമല്ലോ. നീ എനിക്ക് പറഞ്ഞു തരണ്ട ഏത് ശരി ഏത് തെറ്റെന്ന്. ആകാശ് താരയോടൊപ്പം ജോലി ചെയ്യാൻ തുടങ്ങി. താര ആകാശിന് ദിവസവും 500 രൂപ കാശ് നൽകും. പക്ഷെ ആകാശിന്റെ ശ്രദ്ധ താരയുടെ കാശിലായിരുന്നു. അവൻ മാത്രം എല്ലാ കാശും എടുത്തിട്ട് പോകുന്നുണ്ട്. എനിക്ക് വെറും 500 റുപ്യാണ് ദിവസം തരുന്നത്. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഞാൻ, പക്ഷെ ഗുലാബ് ജാമുൻ അവരാണ് കഴിക്കുന്നത്. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. താരയുടെ റെസ്റ്റോറന്റിലേക്ക് മംഗൾ സിംഗ് എന്ന് പേരുള്ള ശുദ്ധമായ വെജിറ്റേറിയനായ ഒരാൾ വന്നു. അദ്ദേഹം താരയുടെ പഴയ കസ്റ്റമറാണ്. വരൂ വരൂ മംഗൾ ചേട്ടാ, ഞാൻ നിങ്ങൾക്ക് ആലു പൊറോട്ട കൊണ്ടുവന്നു തരാം. വന്ന് ഇരിക്കൂ. എടാ ആകാശ്, വേഗം മംഗൾ ചേട്ടന് ഒരു പ്ലേറ്റ് കൊണ്ടുപോവാ. ആകാശ് ആർക്കും അറിയാതെ മംഗൾ സിംഗിന്റെ പൊറോട്ടയിൽ കുറച്ച് നോൺ വെജ് പീസുകൾ ഇട്ടു. മംഗൾ ആ പൊറോട്ട കഴിച്ചതും അദ്ദേഹത്തിന് മനസ്സിലായി, അതായത് ആ പൊറോട്ടയിൽ നോൺ വെജ് ഉണ്ടെന്ന്. മംഗൾ സിംഗ് ദേഷ്യത്തോടെ എണീറ്റു. ഈ ആലു പൊറോട്ടയിൽ എങ്ങനെയാണ് നോൺ വെജ് വന്നത്? മംഗൾ സിംഗിനെ നിങ്ങൾ പറ്റിക്കുകയാണോ? അത് എനിക്കറിയില്ല. ഞാൻ കസ്റ്റമേഴ്സിന് വെറും പൊറോട്ട മാത്രം സെർവ് ചെയ്യുന്നുള്ളൂ. പൊറോട്ട ചെയ്യുന്ന ജോലി താരച്ചേട്ടനും പിന്നെ ശ്വേത ചേച്ചി മാത്രമേ ചെയ്യുന്നത്. എന്തു പറ്റി താര? നീ പൊറോട്ടയിൽ നോൺ വെജ് ചേർത്തിട്ട് ഞങ്ങളുടെ വിശ്വാസം കുറവാക്കുകയാണോ? ഇപ്പൊ തന്നെ ഞാൻ ഈ റെസ്റ്റോറന്റ് പൂട്ടി വെച്ചിട്ട് ഞാൻ നാട് കടത്താൻ നോക്കാം. മംഗൾ സിംഗ് ആ ഗ്രാമത്തിലെ പണക്കാരനായ ആളാണ്. അദ്ദേഹം ഗ്രാമത്തലവനെ ചെന്ന് കണ്ട് സംസാരിച്ച് താരയുടെ കുടുംബത്തെ ഗ്രാമത്തിൽ നിന്നും തന്നെ പുറത്താക്കി. ഇന്നാണ് എനിക്ക് സന്തോഷമായിട്ടുള്ളത്. ഇന്നാണ് എന്റെ ഗ്രാമത്തിൽ ഞാൻ ആലു പൊറോട്ട ഉണ്ടാക്കി ഞാൻ പണക്കാരനാകും. ആകാശ് ആ ഗ്രാമത്തിൽ ആലു പൊറോട്ട വണ്ടിക്കട ഇടാൻ തുടങ്ങി. അവിടെ താരയും ശ്വേതയും പിന്നെ അദ്ദേഹത്തിന്റെ മകളും കാട്ടുവഴിയിൽ കൂടി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. താരയുടെ കുടുംബം ആകെ വിഷമത്തിലായി. ശ്വേത വളരെ സങ്കടത്തോടെ കരയാൻ തുടങ്ങി. കരയില്ലേ ശ്വേത, ഇന്നത്തെ ദിവസം നമുക്ക് കഷ്ടപ്പാടുണ്ട്, പക്ഷെ നാളെ നല്ലതുണ്ടാവൂ. പക്ഷേ നമ്മൾ ഇപ്പോൾ എവിടേക്ക് പോകാനാ? ഇപ്പോൾ നമ്മൾ യാതൊരു വ്യാപാരം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ നമ്മുടെ വീടും വിറ്റു കഴിഞ്ഞു. നമ്മൾ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ അടുത്ത ഗ്രാമം എന്ത് കാണുന്നു അങ്ങോട്ട് പോണം. താരയുടെ കുടുംബം കാട്ടിൽ വഴി മാറിപ്പോയി. ഈ കാട് അവസാനിക്കുന്നത് പോലെ തോന്നുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു നമ്മൾ വഴി മാറി പോകുന്നു. പെട്ടെന്ന് അവർക്ക് വെള്ളം ഓടുന്ന ശബ്ദം കേട്ടു. 3 പേരും വെള്ളത്തിന്റെ ശബ്ദം കേട്ട് ഒരു നദിക്കരയിൽ ചെന്ന് എത്തി. അവർ നോക്കിയപ്പോൾ ആ നദിയിൽ ആലു പൊറോട്ട മിതന്നു വരുന്നുണ്ടായിരുന്നു. താര ആ നദിയിൽ നിന്നും വെള്ളം കുടിച്ചു. എന്നിട്ട് ആ പൊറോട്ട കഴിച്ചു നോക്കി. ഇത് വലിയ അത്ഭുതം തന്നെ. വെള്ളം തണുപ്പായിട്ടുണ്ട്, പക്ഷേ പൊറോട്ട ചൂടായിട്ടുണ്ടല്ലോ. ഇവിടെ യാതൊരു മനുഷ്യനെയും കാണാനില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഈ നദി കണ്ടുപിടിച്ചത് നമ്മളാണത്രേ. നമ്മുടെ കൈവശം വ്യാപാരം തുടങ്ങാനുള്ള കാശില്ല. ഒരു പക്ഷേ നമ്മൾ ഈ പൊറോട്ട തന്നെ വിൽക്കുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും. നീ പറഞ്ഞത് ശരിയാണ്. ഇനി നമുക്ക് ഗ്രാമം മാത്രം കിട്ടിയാൽ മതി. ഒരുപാട് കിലോമീറ്റർ ദൂരം നടന്നതിന് ശേഷം അവർ ബേഷൻപൂർ എന്നുള്ള ഒരു ഗ്രാമത്തിലേക്ക് ചെന്ന് ചേർന്നു. ആരംഭത്തിൽ അവർ ഒരു കുടിലായിരുന്നു താമസിച്ചിരുന്നത്. താര ദിവസവും രാത്രിയിൽ ആ പൊറോട്ട നദിയിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്നും ഒരുപാട് പൊറോട്ട കൊണ്ടുവരും. എന്നിട്ട് ആ പൊറോട്ട അദ്ദേഹം ഗ്രാമത്തിൽ വ്യാപാരം ചെയ്തു. നദി പൊറോട്ടയുടെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും ചീത്തയാവുകയേ ഇല്ല. പതുക്കെ പതുക്കെ താരയുടെ അവസ്ഥയൊക്കെ മാറി തുടങ്ങി. പിന്നെ അദ്ദേഹം സ്വന്തമായി ഒരു വീട് വാങ്ങി. മറുവശത്ത് ആകാശും പാവപ്പെട്ടവനല്ല. അദ്ദേഹം പൊറോട്ട വിറ്റ് വിറ്റ് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങി സ്വന്തമായി. അന്ന് ഗ്രാമത്തിലൊരാൾ പറഞ്ഞു താരയും ശ്വേതയും ബേഷാംപൂരിലുണ്ടെന്ന്. നാളെ തന്നെ പാവപ്പെട്ടവർ കാണാൻ പോവുക. പിന്നെ പാവപ്പെട്ടവർക്ക് എന്റെ മോട്ടോർ സൈക്കിൾ ഞാൻ കാണിക്കാൻ പോവും. എങ്ങനെയുണ്ട്?
അടുത്ത ദിവസം ആകാശ് ബേഷൻപൂർ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ അദ്ദേഹം ഒരാളോട് ചോദിച്ചു. ഇവിടെ നോക്കൂ ചേട്ടാ, ഈ താരന്റെ വീട് എവിടെയുള്ളത്? ആ ആലപ്പുരാട്ടെ താരന്റെ വീട് ഈ എവിടെ അടുത്താ ഉള്ളത്? ആകാശ് അവിടെ താര ഒരു വലിയ വീട്ടിലിരിക്കുന്നത് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹമെല്ലാം നശിച്ചുപോയി. അദ്ദേഹം താരയുടെ വീട്ടിലേക്ക് പോയി. എടാ ആകാശ്, ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണാവുന്നുണ്ടല്ലോ. ഞങ്ങൾ എത്ര ദിവസം നിനക്ക് വേണ്ടി കാത്തിരുന്നറിയോ? പിന്നെ പറയൂ, വീട്ടിലെല്ലാരും സന്തോഷമായിട്ടുണ്ടല്ലേ? ആ എല്ലാരും ശരി തന്നെ ചേട്ടാ. താരച്ചേട്ടാ ഇത്രയും വലിയ പൈസക്കാരൻ എങ്ങനെയായത്? നീ എന്റെ വീട്ടിലൊരുത്തനായ കൊണ്ട് ഞാൻ നിന്റെ അടുത്ത് പറയാം. അത് പിന്നെ ഞങ്ങൾക്ക് ആലു പൊറോട്ടന്റെ ഒരു നദി കിട്ടിയിട്ടുണ്ട്. ആ നദിയിൽ നിന്നാണ് ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഞാൻ ആലു പൊറോട്ട തരുന്നത്. പിന്നെ ഈ ഗ്രാമത്തിൽ ഞാൻ ഒരു 4 റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലാണ് പൊറോട്ടയും വിൽക്കുന്നത്. നിങ്ങൾക്കൊണ്ട് എനിക്ക് ആ നദി കാണിക്കാൻ പറ്റുമോ? ആ തീർച്ചയായും, എന്റെ കൂടെ വാ. താര ആകാശിനെ ആ പൊറോട്ട നദിയിലേക്ക് കൊണ്ടുപോയി. ഇത് ശരിക്കും അത്ഭുതം തന്നെയാണ്. അതെ, പിന്നെ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നദിയിലെടുക്കുന്ന പൊറോട്ട എത്ര കാലായാലും അത് കെട്ടുപോകുന്നേ ഇല്ല. നീ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്, നീയും ഈ നദിയിൽ നിന്ന് പൊറോട്ട എടുത്ത് എന്റെ ഗ്രാമത്തിൽ പോയി വിറ്റേക്ക്. ആകാശ് തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്തു പറ്റി? നിങ്ങളെന്താ ഇത്ര ദേഷ്യത്തിലിരിക്കുന്നേ? താരച്ചേട്ടനെ നിങ്ങളെ കൊണ്ട് കാണാൻ സാധിച്ചില്ലേ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നെ നീ കുഴപ്പല്ലേ? താരയ്ക്ക് ഒരു മായ നദി പൊറോട്ട കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ പ്രാന്തനെ പോലെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയാണ്. ഉണ്ടാക്കുന്ന പൊറോട്ട ലാഭവും കുറവാണ്. പക്ഷെ അവിടെ താരയാണെങ്കിൽ കഷ്ടപ്പെടുന്നേ ഇല്ല. ഒരു മുതലീട് ഇടാതെ അവൻ ഈസി ആയിട്ട് ജയിക്കുന്നത്. അതുകൊണ്ട് അവൻ എന്നെക്കാട്ടും വലിയ പൈസക്കാരനായിട്ടുണ്ട്. താരയേട്ടനെ നോക്കി അസൂയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളും ആ നദിയിൽ നിന്ന് പൊറോട്ട വേണമെങ്കിൽ എടുക്കാമല്ലോ. താരച്ചേട്ടൻ നിങ്ങൾ അവിടെ നിന്ന് പൊറോട്ട എടുക്കരുതെന്ന് പറഞ്ഞോ? പറയൂ. ഇല്ല, അദ്ദേഹം എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വേഗം താരനെക്കാട്ടും വലിയ പൈസക്കാരനാകും. താര 4 റെസ്റ്റോറന്റ് തുറന്നാൽ ഞാൻ എന്തായാലും 10 റെസ്റ്റോറന്റ് തുറക്കും. ഗ്രാമത്തിൽ മാത്രമല്ല, ഞാൻ സിറ്റിയിലും തുറക്കും. പിന്നെ എല്ലാ സിറ്റിയിലും ഞാൻ പൊറോട്ട സപ്ലൈ ചെയ്യും. അടുത്ത ദിവസം ആകാശ് താരയോട് ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, താര ചേട്ടാ, ആ പൊറോട്ടയുള്ള നദിയിൽ ഞാൻ ഒരു അണ കെട്ടാന്ന് വിചാരിക്കുന്നു. നദി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നോണ്ട് എല്ലാ പൊറോട്ടയും വീണാവുന്നു. അത് ശേഖരിക്കാൻ വളരെ പാടുമാണ്. ഞാനത് അണയും കെട്ടിയിട്ട് വെള്ളം നിർത്തി വെക്കും. പിന്നെ കുറെ പൊറോട്ട നമുക്ക് ഒന്നിച്ച് ശേഖരിക്കാം. അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യമില്ല. കാരണം നദിയുള്ള വെള്ളം ഒരു സ്ഥലത്ത് നിന്നാൽ അത് നല്ലതല്ല. അണ കെട്ടാൻ ഒരു ആവശ്യമില്ലാന്നാണ് തോന്നുന്നത്. അതുമാത്രല്ലാതെ നീ എങ്ങനെയാ അണ കെട്ടുക? ഞാൻ ഒറ്റയ്ക്ക് തന്നെ അന്ന് അണ കെട്ടിക്കും. ആകാശ് താര പറഞ്ഞതൊന്നും തന്നെ കേട്ടില്ല. അദ്ദേഹം നദിയിൽ ഒരു ഹെവിയായ ഡാം കെട്ടി. നദിയിൽ നിന്നും ആകാശ് പൊറോട്ട ശേഖരിക്കാൻ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം നദിയിൽ നിന്നും പൊറോട്ട എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ഡാമിൽ അധികമായ വെള്ളം ചേർന്നത് കാരണം ഡാം പൊട്ടിപ്പോയി. പിന്നെ ആകാശ് വെള്ളത്തിൽ ഒഴുകിപ്പോയി. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇതിനാണ് പറയുന്നത് അത്യാഗ്രഹം നാശത്തിലേക്കുള്ള വഴിയാണെന്ന്. അതൊരിക്കലും മനുഷ്യനെ നന്നായി ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന്.